Hello everyone, once again welcome back to my channel. അപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? എല്ലാ സജഷൻസും കാര്യങ്ങളൊക്കെ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് അറിയിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കി ഗിവ് അവേൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഈവനിങ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ഈ വേറെ ഇരിക്കുന്ന ഡ്രസ്സായിരിക്കും. ആദ്യം ഏറ്റവും കൂടുതൽ നമുക്ക് ചാറ്റ്സിൽ നോക്കിയാൽ വേറെ ഇരിക്കുന്ന ഡ്രസ്സിനാണ് കൂടുതൽ എല്ലാവരും ചോദിക്കുന്നത്. അപ്പം ഞാൻ ആ ഡ്രസ്സ് ആദ്യം ഒന്ന് കാണിക്കാം. അതിനൊരു കളർ ചേഞ്ച് ആട്ടോ കാണിക്കുന്നത്. ഈ ടൈപ്പാണ് ഞാൻ വേറെ ഇരിക്കുന്നത്. ഇതുപോലെ വരും. ഒരു വെസ്റ്റേൺ ടൈപ്പിലുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ്. നല്ല ഭംഗിയുണ്ട്. സ്ലീവ്സ് ഒക്കെ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വെസ്റ്റേൺ ആണ് ഞാൻ വേറെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ വരും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പലാസോ കൂടി കാണിക്കാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 990 ആട്ടോ വരുന്നത്. ഇനി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലാസോ ആണിത്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ടൈപ്പ് അത്യാവശ്യം ഫ്ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലെ ഒരു പ്ലീറ്റഡ് സ്റ്റൈലാണ്. ഇങ്ങനത്തെ ടോപ്പിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ടൈപ്പ് പലാസോ ആയിട്ടൊക്കെ ഇടാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ കുർത്തീസിൻ്റെ കിഡിലൻ കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഒരു ഇക്കത്ത് സ്റ്റൈലിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. ഈ ഒരു നെക്ക് പാർട്ടിലായിട്ട് നല്ല ഭംഗിയിൽ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഓപ്പണിങ്ങും വന്നിട്ടുണ്ട്. താഴേക്ക് ബട്ടണാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഒരു വുഡൻ ബട്ടൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇത് റേറ്റും കൂടി പറയാം. റേറ്റ് വന്നിട്ട് 795. സൈസ് ശരിക്കും പറയാത്ത റീസൺ കഴിഞ്ഞ ദിവസവും കമൻസിൽ വന്നു സൈസ് പറയാതെ എങ്ങനെയാണ്. അപ്പം മെയിൻലി നമ്മുടെ സൈസസ് വരുന്നത് മീഡിയം ടു XXL ആണ്. ചില കേസിന് മാത്രമാണ് സ്മോൾ നമുക്ക് അവൈലബിൾ ആവുന്നത്. കാരണം സ്മോളിന് വലിയ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിലും പറയാത്തത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചോദിക്കുമ്പോൾ പിന്നെ സോൾഡ് ഔട്ട് എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമുക്ക് സ്മോൾ സൈസിന്. ഇപ്പോൾ ഇങ്ങനത്തെ പാറ്റേൺസിനൊക്കെ കോട്ടണിനൊക്കെ കുറവാണ് നമുക്ക് സ്മോൾ. അപ്പോൾ അത് കാരണമാണ് പറയാത്തത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു കുർത്തിൻ്റെ മെയിൻ പ്രത്യേകത ഞാൻ ആദ്യമേ പറയാം. ഇത് വന്നിട്ട് ഒരു A ലൈൻ കട്ടിലാണ് വരുന്നത്. സ്ലിറ്റ് അല്ല, A ലൈൻ കട്ടിലാണ് വരുന്നത്. ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ടൈപ്പൊക്കെ അല്ലേ. ഇങ്ങനത്തെ മോഡലും നല്ലതാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ്. ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഈ ഒരു പാർട്ടിൽ ഇത്രയായിട്ട് ബട്ടണാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പാറ്റേൺ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. കൂട്ടത്തിൽ നല്ല സ്ട്രൈപ്സ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ഒരു കുർത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടോ കാണുമ്പോൾ, ഇടുമ്പോഴും നല്ല ഭംഗി. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതുപോലെ വരും. എന്താ ഭംഗിയില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള കുർത്തീസാണ്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. അതുപോലെ തന്നെ എന്താ പറയുക, സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പാർട്ടാണ് ഈ ഒരു കുർത്തിനെ കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്നത്. നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത പാറ്റേൺ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ടോപ്പിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിനെയും കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്ന ഈ ഒരു സൈഡിൽ വന്നിട്ടുള്ള ഈ ഒരു ഓപ്പണിംഗ് ആണ്. നല്ല ഭംഗിയിലാണ്, നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത്. അപ്പം ഇതും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ നേവി ബ്ലൂ ബോട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്ത പാറ്റേൺ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു കുർത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിത്ത് ബോട്ടം ആണ് വരുന്നത്. നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ വിത്ത് ബോട്ടം അവൈലബിൾ ആക്കാമോ എന്ന് വെച്ചിട്ട്. അപ്പം ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഈ ഒരു യോക്കിൻ്റെ സെയിം ബോട്ടമാണ്. ഫസ്റ്റ് ഞാൻ ബോട്ടം കാണിക്കാം, ഇതിൻ്റെ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു കുർത്തിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെയായിട്ടോ വരുന്നത്. ഈ സെയിം പ്രിൻ്റാണ്. ഈ ഓപ്പോഷനിൽ വന്നിരിക്കുന്നത് സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടി പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ബോട്ടം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതിന് ടോപ്പിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ടോപ്പിൻ്റെ ഈ ഒരു നെക്ക് പാർട്ടിലായിട്ട് നല്ല ഭംഗിയിൽ പൈപ്പിംഗ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതേ സെയിം യോക്ക് വെച്ചിട്ട് തന്നെ ഒരു ബോർഡർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. ലൈനിങ് സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. ടോപ്പിൽ ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സെയിം പാറ്റേണിൽ തന്നെ ഒരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ്. അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. അടുത്ത പാറ്റേൺ അല്ല കേട്ടോ, കളർ ചേഞ്ച്. നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളർ ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്.
ഈ ഒരു യോക്ക് പാർട്ടിലായിട്ടാണ് ഈ ഒരു വർക്കല്ല സോറി ഈ ഒരു പ്രിന്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. നെക്ക് പാർട്ടിലായിട്ട് പൈപ്പിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് കൊണ്ട് 3/4 സ്ലീവ് ആണ്. സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഇതേ സെയിം യോക്കിലുള്ള സെയിം ബോർഡർ തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സ്ലീവ് ലൈനിങ് അവൈലബിൾ ആക്കിയിട്ടില്ല. ടോപ്പ് വന്നിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ലൈനിങ്ങും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടം കൂടി ഒന്ന് കാണിക്കാം. ഇതാണ് ഈ ഒരു ടോപ്പിൻ്റെ ബോട്ടം എന്ന് പറയുന്നത്. ഈ യോക്കിൽ വന്നിട്ടുള്ള സെയിം തന്നെയാണ് ബോട്ടമും അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ബോട്ടം വരുന്നത്. ഈ ടൈപ്പിലുള്ള ബോട്ടമാണ്. ഇതിൻ്റെ കൂടെ ത്രെഡും വരുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ ഇച്ചിരി വലുതായിട്ട് തോന്നുമെങ്കിലും ത്രെഡും കൂടി വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നല്ല ഭംഗിയുള്ളൊരു ബോട്ടമാണ്. അപ്പോൾ ഇതും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. രണ്ടും കൂടി പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മെയിൻലി വരുന്നത് മീഡിയം മുതൽ XXL വരെയാണ് സൈസ് വരുന്നത്. ചില പാറ്റേൺസിന് സ്മോൾ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വിത്ത് ബോട്ടം 990 ആണ് വരുന്നത്. ഇനി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും കൂടി വാട്സപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.